ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ക്രാബുക്കിൻ്റെ കവർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഒരു വീഡിയോയിൽ സ്ക്രാബുക്ക് മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, കവർ എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കവറിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഷെയ്ക്ക് സ്കാർഡൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ക്രാബുക്കിൻ്റെ കവർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ ബോക്സ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ബോക്സ് വാങ്ങിച്ചിട്ട് പുറത്ത് 3D ആയിട്ട് പേപ്പർ കട്ടിങ്സ് വെച്ചിട്ട് 3D ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിലൊക്കെ കളർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് സ്ക്രാബുക്കിൻ്റെ കവർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള കട്ടൗട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ കട്ടൗട്ട് നമ്മൾ ഇറ്റ്സി എന്ന് വാങ്ങുന്ന പേപ്പർ പാക്കിൻ്റെയൊക്കെ കൂടെ വരുന്നതാണ്. 12 ഇഞ്ചിൻ്റെ പേപ്പർ പാക്ക് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ കട്ടൗട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സ്ക്രാബുക്കിന് മാച്ച് ആയിട്ടുള്ളൊരു കട്ടൗട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പേപ്പർ പാക്കിൻ്റെ കൂടെ തന്നെ ഒരു ഷീറ്റായിട്ടാണ് കിട്ടുക. അതിൽ കുറച്ച് കട്ടൗട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം. ഈ ഒരു കട്ടൗട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറക്റ്റ് അല്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് താഴെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പേപ്പറൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ടേബിൾ നമുക്ക് ഡാമേജ് ആവാതെ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രീൻ കളറിൽ ഇനി എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മൾ കട്ടൗട്ട് ഉള്ള പേപ്പർ പാക്കിൻ്റെ കൂടെ കിട്ടിയ ആ ഒരു ഷീറ്റ്. ഇതിൽ ഒരുപാട് ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്സിലുള്ള കട്ടൗട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടെങ്കിൽ ജസ്റ്റ് താഴ്ന്ന് ഇങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഏതാണോ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ സാധനങ്ങളെ കൂടെ കിട്ടിയ ഷീറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ OHP ഷീറ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, 4 രൂപയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഏതാണെങ്കിലും ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ കവർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ബാക്കിലായിട്ട് കേട്ടോ, നമ്മൾ ഇതിൻ്റെ ഡിസൈനുള്ള ഭാഗത്തല്ല, ബാക്കിൽ വൈറ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക. ഗ്ലൂ നന്നായിട്ട് സ്റ്റിക്കായതിന് ശേഷം നമുക്കിത് താഴെ വെക്കുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണമെങ്കിൽ, ഇപ്പം ഇതിൻ്റെ വക്കിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്, നമുക്കത് ആ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളെപ്പോഴും ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് A4 സൈസിലാണ് കിട്ടുക. അപ്പോൾ അന്ന് കട്ട് ചെയ്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ആദ്യം ഇതിന് മുകളിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് വേസ്റ്റായി പോകുന്നില്ല. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് നെക്സ്റ്റ് ഒന്ന് ഉണ്ടാക്കുമ്പം അതിന് യൂസ് ചെയ്യാമല്ലോ. അപ്പം വേസ്റ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ആദ്യം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഒരു റൗണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് പോകുന്നില്ലല്ലോ. പിന്നെ ഉള്ളിലായിട്ട് നമ്മൾ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് തിന്നായി കുറച്ച് കട്ടി കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് പുറത്തേക്കൊന്നും കാണാതെ കറക്റ്റായിട്ട് അതിൽ വരാൻ വേണ്ടിയിട്ട് ചെറിയ പീസ്, വീതി കുറഞ്ഞ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ റൗണ്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മളിതിൻ്റെ ഉള്ളിലിടുന്ന ഐറ്റംസ് ഒന്നും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിന് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇടുന്ന ബീഡ്സും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോവും. അപ്പോൾ നമ്മൾ ഒരു ഗ്യാപ്പും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് തന്നെ നമുക്ക് നല്ല കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വീതി കുറഞ്ഞത് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് നല്ല വീതി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് സീക്വൻസ് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ബീഡ്സ് ഒന്നും പറ്റില്ല, കാരണം നമുക്ക് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം സീക്വൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുക, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പേപ്പേഴ്സ്. ഇതിൽ ഹാർട്ട് ഷേപ്പൊക്കെ കാണുന്നില്ലേ, അത് സീക്വൻസിൽ വരുന്നതല്ല. അത് നമ്മൾ നെയിൽ ആർട്ടിൻ്റെ കിറ്റ് വാങ്ങിക്കാൻ കിട്ടും. നെയിൽ ആർട്ടിൽ നമ്മൾ നെയിലിൽ ഒട്ടിക്കാൻ പറ്റുന്ന ഐറ്റംസ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇത് കിട്ടിയിട്ടുള്ളത്, ഹാർട്ട് ഷേപ്പൊക്കെ. കാരണം ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഹാർട്ടും നമ്മൾ സീക്വൻസ് ഐറ്റംസിലൊന്നും കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കിറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
സീക്വൻസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും ബോർഡറിൻ്റെ മാച്ച് ചെയ്യുന്ന കളർ തന്നെ ഉള്ളിലേക്ക് എടുക്കുക. മീൻസ് ഇപ്പം നമ്മളെ ബോർഡർ കുറച്ച് ഡള്ളായിട്ടുള്ളതല്ലേ, അപ്പം അതിൻ്റെ തന്നെ ഒരു ഷെയ്ഡ് ബ്ലൂ തന്നെ എടുത്തിട്ടുള്ളത്, പക്ഷേ കുറച്ചും കൂടെ അതിനെടുത്ത് കാണിക്കുന്ന രീതിയിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ് നമ്മൾ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്ക്രാബുക്കിൻ്റെ കവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളത് സിൽവർ കളർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് വക്കിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ചെക്ക് പോർഷന് ചെക്കാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പേപ്പർ പാക്കുകൾ മീൻസ് നമ്മളിപ്പോൾ ഇതിൻ്റെ കവറിന് എടുത്തിട്ടുള്ള പേപ്പർ ചെക്കാണ്, അതുപോലെ നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ ഡോട്ടാണ് എടുത്തിട്ടുള്ളത്, ബ്ലൂവിൽ തന്നെ വൈറ്റ് ഡോട്ട് വരുന്നതാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം മാച്ചാണ്, ബട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഷെയ്ക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് കളറുള്ളതാണ് നമ്മൾ ആ ഒരു ഷെയ്ക്കിങ്ങിൻ്റെ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിലേക്കുള്ള ഫ്ലവേഴ്സിന് തന്നെ നമ്മൾ പിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളറിനേക്കാൾ കുറച്ചും കൂടെ കളർ കൂടിയതാണ് നമ്മൾ ബാക്കിയുള്ളത് എടുത്തിട്ടുള്ളത്. പിന്നെ ഷെയ്ക്കിങ് കാർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആ ഷെയ്ക്ക് ചെയ്യുന്ന ആ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ബ്ലൂവിൽ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ഫ്ലവറിൻ്റെ പാക്ക് വാങ്ങിച്ച സമയത്ത് ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പത്തെ ഒരു വീഡിയോയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി, മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വീഡിയോ ലെങ്താക്കണ്ട വിചാരിച്ചിട്ടാണ് സ്പീഡ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടെ താഴെ കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷ് അതൊക്കെ നമ്മൾ ഇതിലിങ്ങനെ ജസ്റ്റ് കൊടുക്കാറുണ്ട്, കവറിൽ തന്നെ കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ടാഗ് ഷീറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എഴുതിയിട്ട് പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ, ഫോട്ടോ പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ ക്യാൻവ അതല്ലെങ്കിൽ വേറെയുള്ള ഏത് ആപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള ഇപ്പോൾ സ്ക്രാബുക്കിലേക്ക് മാച്ച് ചെയ്യുന്നൊരു കളർ കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എന്താണോ വേണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രിൻ്റ് എടുത്താൽ മതി. കാരണം ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ടൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് റിപ്ലൈയും കൂടെ എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഒരുപാട് ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ടാഗ് ഷീറ്റുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ക്രാഫ്റ്റ് ഷോപ്പിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടൊക്കെ ഉള്ള ഷോപ്പുകൾ അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൂടെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തുണ്ടാക്കുമ്പോഴത്തേക്കാൾ ഭംഗി ടാഗ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ടാഗ് ഷീറ്റ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ അതിലുള്ളത് കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, താഴെ തന്നെ കമൻറ്റിൽ ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം അതിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. കാരണം ഇതിൻ്റെ പാർട്ട് 3 ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ബോക്സിൻ്റെ വീഡിയോ ആണ്. താങ്ക്